കലിപ്പൻ്റെ തുമ്പിപ്പെണ്ണ്. ദേവേട്ടനോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. അവൾ പിന്തിരിഞ്ഞുകൊണ്ട് ധരനെ നോക്കി. എന്താ? എന്നെ തോണ്ടാനും പിടിക്കാനും ഒന്നും വന്നേക്കല്ലേ. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. തൻ്റെ നേർക്ക് നോക്കി ഗൗരവത്തിൽ പറയുന്നവളെ അവൻ സൂക്ഷിച്ചു നോക്കി. നോക്കണ്ട, കാര്യം നേരത്തെ അങ്ങോട്ട് പറഞ്ഞേ ഉള്ളൂ. കാർത്തുവാണെങ്കിൽ പുതപ്പെടുത്ത് തലവഴി മൂടിക്കിടന്നു. ഉള്ളിൽ ചിരിപൊട്ടിയെങ്കിലും അവനത് പുറമേ കാണിക്കാതെ ലൈറ്റ് ഓഫ് ചെയ്തു. കുറച്ച് സമയം കഴിഞ്ഞേ ഉറങ്ങുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇതെന്താ അപ്പം പറ്റിയേ? ആലോചനയോടെ കാർത്തു കിടക്കുകയാണ്. പെട്ടെന്നായിരുന്നു അവളുടെ പുതപ്പ് അവൻ വലിച്ചെടുത്ത് മാറ്റിയത്. എന്നിട്ട് അവൻ തൻ്റെ ദേഹത്തേക്ക് പുതച്ചു. ഇതെന്തായി കാണിക്കുന്നേ? എൻ്റെ പുതപ്പ് ഇങ്ങോട്ട് തരുന്നുണ്ടോ? അവൾ എഴുന്നേറ്റിരുന്ന് അവനെ ദേഷ്യത്തിൽ നോക്കി. എന്താ, നിനക്ക് തണുക്കുന്നുണ്ടോ? ഉണ്ട്, അതുകൊണ്ടല്ലേ പറഞ്ഞത്. അഴിഞ്ഞു കിടന്ന മുടിയെല്ലാം കൂടി ഒന്നുകൂടെ എടുത്ത് മേൽപോട്ട് ഉയർത്തി അവൾ കെട്ടിവെച്ചുകൊണ്ട് അവനെ തുറച്ചു നോക്കി. ഓ, അത്രയ്ക്ക് തണുപ്പുണ്ടോ നിനക്ക്? ഞാനും നോക്കട്ടെ. പറഞ്ഞുകൊണ്ട് ധരൻ അവളെ പിടിച്ച് തൻ്റെ നെഞ്ചിലേക്കിട്ടു. യോ ദേവേട്ടാ, എന്തായി കാണിക്കുന്നേ? വിട്. അവൾ കിടന്നു കുതറിയെങ്കിലും അവൻ പിടുത്തം അല്പം പോലും അയച്ചില്ല. നീ കുറേ നേരമായല്ലോ തുടങ്ങിയിട്ട്. കട്ട കലിപ്പിലാണെന്ന് തോന്നല്ലോ. അവളുടെ കാതിലേക്ക് വേദനിപ്പിക്കാതെ കൊണ്ട് അവനൊന്ന് കടിച്ചതും കാർത്തു ഒന്നും പുളഞ്ഞു. ദേവേട്ട പ്ലീസ് വിടൂന്നേ, എനിക്ക് ശ്വാസം മുട്ടുന്നു. അവൾ പെറുപെറുത്തു. എങ്കിൽ എൻ്റെ ശ്വാസവേദരി നിനക്ക് തന്നാൽ പോരെ, അപ്പോൾ പ്രശ്നം തീരുമല്ലോ. അതും പറഞ്ഞുകൊണ്ട് ധരൻ അവളുടെ അതരം നുകർന്നു തുടങ്ങി. ആദ്യം എതിർത്തുകൊണ്ട് അവനെ തള്ളിമാറ്റാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് കാർത്തുവിൻ്റെ ശ്രമങ്ങളെല്ലാം വിഫലമാകുകയാണ്. അല്പം കഴിഞ്ഞതും അവൾ ഒന്നു പിടഞ്ഞതായി അവന് തോന്നി. മടുത്തു പെണ്ണെ ഇത്ര വേഗം? അവളെ നെഞ്ചിൽ നിന്നും എടുത്ത് മാറ്റിക്കൊണ്ട് ധരൻ തന്നോട് ചേർത്ത് കിടത്തിക്കൊണ്ട് ചോദിച്ചു. കുറുമ്പോടെ തന്നെ നോക്കുന്നവളെ കണ്ടതും ധരന് ചിരി പൊട്ടി. ഒരു ഉമ്മ തരാഞ്ഞിട്ടല്ലായിരുന്നു നിന്റെ പരിഭവം, എന്നിട്ടിപ്പോൾ തന്നപ്പോൾ പിണക്കോ? അതെങ്ങനെ ദേവേട്ടൻ അറിഞ്ഞു? പെട്ടെന്ന് അവൾ ചോദിച്ചു പോയി. എനിക്കല്പം മനഃശാസ്ത്രം അറിയാമെന്ന് വെച്ചോ? ഓ, വലിയ കാര്യമായിപ്പോയി. അവൾ എരിവ് വലിച്ചു. എന്തേ, വേദനിച്ചോ നിനക്ക്? അവളോട് കീഴ്ചുണ്ട് പിടിച്ച് താഴോട്ട് താഴ്ത്തി അവൻ നോക്കി. മുറിഞ്ഞിട്ടൊന്നുമില്ല, പിന്നെന്താ പറ്റിയേ? ധരന് വീണ്ടും സംശയമായി. അതിനും മറുപടിയൊന്നും പറയാതെ കാർത്തു മുഖം വീർപ്പിച്ച് കിടന്നു. കാർത്തു, നീ എന്താ മിണ്ടാത്തെ? അവൻ ചോദിച്ചു. അപ്പോഴും ഒരു കത്തുന്ന നോട്ടം നോക്കിയ ശേഷം അവൾ അതേ കിടപ്പ് തുടർന്നു. എന്താ കാർത്തു നിനക്ക് പറ്റിയേ? എന്തെങ്കിലും ചോദിച്ചാൽ വാ തുറന്നു പറയല്ലേ. കുറെ നേരമായിട്ട് ഞാൻ സഹിക്കുന്നു. ഇത്തവണ അവന് ലേശം ദേഷ്യം വന്ന് തുടങ്ങി. ഇങ്ങനാണോ ദേവേട്ട എല്ലാവരും ഭാര്യമാരെ സ്നേഹിക്കുന്നത്? ഞാനാണെങ്കിൽ എത്ര ദിവസമായിട്ട് കാത്തിരിക്കുന്നതാ. എങ്ങനെയെങ്കിലും ഏട്ടനൊന്ന് വന്നാൽ മതിയെന്നാണ് എൻ്റെ പ്രാർത്ഥന. എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു. എന്നിട്ട് ഒടുക്കം വന്നിട്ടോ ഒരു മുന്നറിയിപ്പ് പോലും തരാതെ ചുമ്മാ അങ്ങോട്ട് ദേഹത്തേക്ക് ഇട്ടിട്ട് എൻ്റെ ചുണ്ട് കടിച്ച് മുറിച്ചേക്കുന്നു. എന്തൊരാക്രാന്തം! അല്ല, അറിയാമല്ലഞ്ഞിട്ട് ചോദിക്കുക, ഇതെന്താ വല്ല വെള്ളരിക്കപ്പട്ടണോ മറ്റോ ആണോ? തന്നെ നോക്കി പരിഭവത്തോടെ അതിൽ കൂടുതൽ ദേഷ്യത്തോടെ ചോദിക്കുന്നവളെ കണ്ടതും ധരൻ ഉള്ളാലെ ചിരിച്ചു. എനിക്കിങ്ങനെയൊക്കെ അറിയൂ. സോറിടാ, നീയൊന്ന് പറഞ്ഞു തന്നേ, എങ്ങനെയാണ് നിന്റെ ആഗ്രഹം? എങ്കിലല്ലേ എനിക്കതറിയാൻ കഴിയൂ. നിഷ്കു ആവശ്യത്തിലേറെ വാരി വിതറിക്കൊണ്ട് പറയുന്നവനെ പാവം കാർത്തൂന് പിടികിട്ടിയതുമില്ല. ജസ്റ്റ് ഒരു ഉമ്മ മാത്രം തന്നുള്ളൂ എങ്കിൽ പോലും അതിനൊക്കെ കുറച്ച് സാവകാശം വേണം ദേവേട്ട. എങ്കിലല്ലേ അതൊന്ന് ആസ്വദിക്കാൻ പറ്റൂ. ഇതാണെങ്കിൽ എന്നെ കണ്ട കാലം മുതൽക്കേ നിങ്ങൾക്ക് ഈ അക്രമവാസനയാണ്. ചുമ്മാ ഒന്ന് പേടിപ്പിക്കും. നീ പറ പെണ്ണേ, ഞാൻ എങ്ങനെ വേണം? അവൻ അവളോട് അല്പം കൂടി ചേർന്ന് കിടന്നു. എനിക്ക് കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ദേവേട്ട. എന്താണെന്ന് കേൾക്കട്ടെ? അത് പിന്നെ നമുക്ക് രണ്ടുപേർക്കും കൂടി കുറേയേറെ നേരം ഇങ്ങനെ സംസാരിച്ച് കിടക്കണം. അവൻ മൂളി. ഞാനും ദേവേട്ടനും പിന്നെ അമ്മയും, നമ്മുടെ കൊച്ചു കൊച്ചു സ്വപ്നങ്ങളും ദേവമ്മയുടെ ആഗ്രഹം. എന്താണാവോ നിന്റെ സ്വപ്നങ്ങൾ? ഏയ്,
എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് അങ്ങോട്ട് പറഞ്ഞേ ഉള്ളൂ. പിന്നെ അമ്മയ്ക്ക് എന്താണ് ഇത്ര വലിയ ആഗ്രഹം? ഞാൻ അറിഞ്ഞില്ലല്ലോ ഒന്നും. അതോ അത് സീക്രട്ടാണ്, ഞങ്ങൾക്ക് മാത്രം അറിയൂ. ഞാനറിയാത്ത എന്ത് രഹസ്യമാണ് നിങ്ങൾ തമ്മിലുള്ളത്? അതൊക്കെ ഉണ്ട് ദേവേട്ടാ, പക്ഷെ ഇപ്പം പറയില്ല, സമയമാകുമ്പോൾ അറിഞ്ഞാൽ മതി. ആ, എന്നാ പറയണ്ട, നീ അങ്ങോട്ട് മാറിക്കിടക്ക്. തരൻ കപട ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് മുഖം വീർപ്പിച്ചു കിടന്നു. ആ, ഇതാണ് കുഴപ്പം. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ഈ ദേഷ്യം. പിന്നെ എങ്ങനെ ശരിയാവും? അവൾ നെറ്റിച്ചൊളിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. പക്ഷേ തെരൻ അവളോട് മറുപടിയൊന്നും പറയാതെ അങ്ങനെ കിടന്നു. അപ്പോഴേക്കും കാർത്തുവിന് സങ്കടമായി. ദേവേട്ട. കുറച്ചു കഴിഞ്ഞതും കാർത്തു അവൻ്റെ തോളിക്കൊട്ടി വിളിച്ചു. എന്താ? അവൻ ഇഷ്ടക്കേടോടുകൂടി അവളെ നോക്കി. പിണങ്ങിയോ എന്നോട്? ഓ, എന്തിനാ പിണങ്ങുന്നേ? നീയും അമ്മയും ചേർന്നല്ലേ ഇടപാടുകൾ മുഴുവൻ നടത്തുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാനാര്? എനിക്കെന്ത് സ്ഥാനം? ഇത്ര കുശുമ്പ് പാടില്ലാട്ടോ. ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ പെറ്റമ്മയല്ലേ ദേവേട്ട? അവളാണെങ്കിൽ ചെരിഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് അല്പം കൂടി അടുത്തു. മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക്, നേരെ ഒരുപാടായി. അവൻ മെല്ലെ കണ്ണുകൾ അടച്ചു. അതേ, ഇനി അമ്മ പറഞ്ഞത് അറിയാഞ്ഞിട്ടാണ് ഈ പിണക്കൊക്കെ കേട്ടു. എത്രയും പെട്ടെന്ന് ദേവൻ്റെ കുട്ടിയെ അമ്മയ്ക്ക് കൊടുക്കണമെന്ന്. കാണാൻ തിടുക്കായത്രേ. അങ്ങനെ എന്നോട് പറഞ്ഞത്. അത് പറയുമ്പോൾ കാർത്തു അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു വെച്ചിരുന്നു. ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ തരൻ അവളുടെ നേർക്ക് തിരിഞ്ഞു. ആ മുഖം കൈക്കൊമ്പിളെടുത്തു. എന്നിട്ടോ, എൻ്റെ കാർത്തുമ്പി അമ്മയോട് എന്തു പറഞ്ഞു കേൾക്കട്ടെ? അവൻ ചോദിച്ചതും കാർത്തു അവനെ കെട്ടിപ്പുണർന്നു. തിരികെ അവനും. എന്താണ് കാർത്തു, അപ്പോൾ അമ്മയാവാനുള്ള തയ്യാറെടുപ്പിലാണോ നീ? കാതോരം ഒഴിഞ്ഞവനെ ഒരു നാണത്തോടെ നോക്കിക്കൊണ്ട് അവൾ വീണ്ടും ചൂണ്ടുവിരലിനാൽ അവൻ്റെ നെഞ്ചിലായി ചിത്രപ്പണികൾ തുടങ്ങിയിരുന്നു. അമ്മയുടെ ആഗ്രഹം അങ്ങോട്ട് സാധിച്ചു കൊടുത്തേക്കാം അല്ലേ എൻ്റെ കാർത്തു? നിന്റെ അഭിപ്രായം എന്താ? അതും ചോദിച്ചുകൊണ്ട് ധരൻ അവളെ തന്നിലേക്ക് അല്പം കൂടി അടുപ്പിച്ചു. ദേവേട്ട, ഉടനെ വേണോ? നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് കുറച്ചിലേ ആയുള്ളൂ. എൻ്റെ മനസ്സിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 1 ഇയർ കഴിഞ്ഞ് മതിയെന്നാണ്. ആ, ഇപ്പം ട്രൈ ചെയ്താലേ 1 ഇയർ കഴിയുമ്പോൾ വാവയും എത്തും. അതും പറഞ്ഞുകൊണ്ടവൻ തൻ്റെ അതിരം അവളുടെ കാതിലേക്കൊന്ന് ചേർത്തതും കാർത്തു ഉയർന്നു പൊങ്ങി. എന്താടി പെണ്ണെ, നീ ഇങ്ങനെ കിടന്ന് ചാടാനും മാത്രം ഞാനൊന്നും ചെയ്തില്ലല്ലോ. അവളുടെ കഴുത്തിടുക്കിലേക്ക് തരൻ തൻ്റെ മുഖം പൂഴ്ത്തിയതും കാർത്തു ആകെ പരവശയായി. അവളുടെ ഏറി വരുന്ന ശ്വാസതാളം കാതർത്തുകൊണ്ടവൻ അങ്ങനെ ആ മാറിൽ പറ്റിച്ചേർന്ന് കിടന്നു. ആദ്യമൊക്കെ അവൾ തള്ളി മാറ്റാൻ ശ്രമിച്ചു. എങ്കിലും രക്ഷയില്ലെന്നറിഞ്ഞതും പിന്നെ പെണ്ണ് അനങ്ങിയില്ല. കാർത്തുവാണെങ്കിൽ അനങ്ങാതെ കിടക്കുകയാണ്. ഒന്നും മേലാത്ത അവസ്ഥ. ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ഒരു വേലിയേറ്റം പോലെ അതങ്ങനെ ഉയർന്നു പൊങ്ങുകയാണ്. എന്താണ് എൻ്റെ കൃഷ്ണ സംഭവിക്കുന്നത്? ആകെ കൂടിയൊരു വല്ലാഴിക. ഒന്നും മിണ്ടാൻ പോലും പറ്റാത്ത അവസ്ഥ. താൻ ഇട്ടിരിക്കുന്ന ടോപ്പിൻ്റെ സ്ലിറ്റിൻ്റെ ഇടയിൽ കൂടി തരൻ്റെ കൈ അകത്തേക്ക് പ്രവേശിച്ചതും കാർത്തു അതിൽ പിടുത്തം വിട്ടു. പക്ഷെ അവൻ അല്പം ബലം പ്രയോഗിച്ചുകൊണ്ട് തന്നെ ടോപ്പ് മേൽപോട്ടുയർത്തി. ആ, ഞാനൊന്ന് കാണട്ടെ പെണ്ണെ, ഈ കുഞ്ഞൻ വയറ്റിലാണോ എൻ്റെ വാവ കിടക്കേണ്ടത്? ഇടയുണ്ടോ ആവോ, ഒന്ന് നോക്കട്ടെ. അതും പറഞ്ഞുകൊണ്ടവൻ അവളുടെ നഗ്നമായ ആലില വയറിന്മേൽ ഒന്ന് ചുംബിച്ചതും കാർത്തു അവൻ്റെ മുടിയിഴകളിൽ വിരൽ കോർത്തു വലിച്ചു. ഒറ്റ വരിയിൽ തീർന്ന സ്വർണ്ണ നിറമാർന്ന നനുത്ത രോമരാജികൾക്ക് താഴെയായി നിലകൊള്ളുന്ന പൊക്കിൾ ചുഴിയിൽ അവൻ്റെ നാവ് പതിച്ചപ്പോൾ അവൾ മറ്റേതോ ലോകത്തായിരുന്നു. ദേവേട്ട പ്ലീസ്. പ്രാവ് കുറുകും പോലെ ഒരു കുറുകൽ. ഒരു പുഞ്ചിരിയോട് കൂടി അവൻ അവളിലേക്ക് 1000 ചുംബനം പൂക്കൾ കൊണ്ട് ഒരു വസന്തം തീർത്തു. വ്രീള പരവശയായ തൻ്റെ പാതിയെ കാണുന്തോറും അവനിലും തരംഗങ്ങൾ കൂടുകൂട്ടി. ഒടിയാടകൾ ഒന്നൊന്നായി അടർന്നു മാറിയതും അഴിഞ്ഞൊളിഞ്ഞ കാർക്കൂന്തനിൽ അവൾ തൻ്റെ നഗ്നത മറയ്ക്കാൻ പാടുപെട്ടു. അരണ്ട വെളിച്ചത്തിൽ തരൻ നോക്കിക്കണ്ടു. എന്തിനാ നീ ഇത്ര നാണിക്കുന്നേ? എല്ലാം എനിക്കുള്ളതല്ലേ പെണ്ണെ?
കാതോരം അവൻ്റെ ശബ്ദം കേട്ടതും അവൾ തരളതയായി മാറി. അല്പം ബലം പ്രയോഗിച്ച് തന്നെ അവളുടെ നീളൻ മുടിയിഴകൾ ആ മാറത്തു നിന്നും അകഞ്ഞു പാറ്റിക്കൊണ്ട് അവൻ്റെ അധരം പതിഞ്ഞു. രാത്രി അതിൻ്റെ അന്ത്യയാമത്തിലേക്ക് ചേക്കേറാനുള്ള ഒരുക്കത്തിലാണ്. ഒപ്പം അവനാണെങ്കിൽ തൻ്റെ പെണ്ണിലേക്ക് പ്രവേശിക്കുവാനുള്ള തയ്യാറെടുപ്പിലും. അവൻ്റെ തലോടലും ചുംബനവും ഏറ്റുവാങ്ങിക്കൊണ്ട് അവളിലെ സ്ത്രീ ഉണർന്നു കഴിഞ്ഞിരുന്നു. രാഗതാള വിസ്മയങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് അവളിലെ പെണ്ണുടലിനെ മെല്ലെ മെല്ലെ അവൾ തൊട്ടുണർത്തി. തന്നിലേക്ക് ചേർത്തപ്പോൾ ആദ്യമാദ്യം അവൾ കരഞ്ഞുപോയി. അത് കണ്ടതും അവൻ്റെ ഉള്ളിലും ഒരു കുഞ്ഞു നോവ്. തൻ്റെ പെണ്ണിനെ വേദനിപ്പിച്ചോ എന്ന ചിന്ത അവനെ തളർത്തി. പിന്മാറുവാൻ ഒരുങ്ങിയതും അവളുടെ ഇരു കരങ്ങളും അവനെ ഒന്നുകൂടി അമർത്തി പുണർന്നു. ഗൂഢമായ ഒരാനന്ദം മടങ്ങി വന്ന് തഴുകും പോലെയാണ് ധരൻ അപ്പോൾ തോന്നിയത്. വീണ്ടും ഒരു വസന്തകാലം കൂടി അവർക്കിടയിലേക്ക് വിരുന്നെത്തുവാൻ വെമ്പി നിൽക്കുകയാണ്. ശ്വാസതാളങ്ങളും ചുടുനിശ്വാസവും മെല്ലെ ഉയർന്നു പൊങ്ങുന്നു. ശേഷം അതിൻ്റെ പാരമ്യത്തിലേക്ക് എത്തിച്ചേരാൻ തയ്യാറെടുത്തു. നിമിഷങ്ങൾ വീണമേട്ടി കടന്നു പോകുകയാണ്. നിറപ്പകട്ടുകൾക്ക് ചായം വാരി വിതറി കൂടുതൽ കൂടുതൽ വർണ്ണാഭമാക്കി മാറ്റിക്കൊണ്ട് അവൻ അങ്ങനെ തൻ്റെ പാതിയുടെ പൂവുടൽ മെല്ലെ മെല്ലെ സ്വന്തമാക്കി. അവളെ കൂടുതൽ മിഴവുറ്റതാക്കി. തൻ്റെ പെണ്ണിനെ അവളുടെ പൂർണ്ണതയിൽ എത്തിച്ച ശേഷം തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തുകൊണ്ട് അവളിൽ നിന്നും അകന്നു മാറാനാവാതെ ഇരുമെയ്യും ഒരു മനവുമായി അങ്ങനെ കിടന്നു. അല്പം കഴിഞ്ഞതും കാർത്തുവാണെങ്കിൽ ബന്ധപ്പെട്ടുകൊണ്ട് ബെഡ്ഷീറ്റ് വലിച്ചെടുത്ത് തങ്ങളുടെ ഇരുവരുടെയും ദേഹത്തേക്കിട്ടതും ധരനത് പിടിച്ചു വാങ്ങി ചുരുട്ടി നിലത്തേക്ക് ഒരു ഏറു വെച്ചു കൊടുത്തു. നിന്റെ നാണം മാറ്റിയിട്ടേ ബാക്കി കാര്യമുള്ളൂ, ഗൗരവത്തിൽ പറയുന്നവനെ മെല്ലെയൊന്ന് മുഖമുയർത്തി അവൾ നോക്കി. ഡി, നിനക്കിട്ട് ഞാനിന്ന്. അവളുടെ വടിവത്ത ദന്തനിരകളിൽ ഏതോ അവൻ്റെ നെഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങിയതും അവൻ നിലവിളിച്ചു പോയിരുന്നു. ആ സമയം നോക്കി അവൾ അവനിൽ നിന്നും പിടഞ്ഞു മാറിക്കൊണ്ട് എഴുന്നേറ്റ് ഓടിക്കളഞ്ഞു. വാഷ്റൂമിലേക്ക് കയറിയ ശേഷമാണ് അവൾക്ക് ശ്വാസം നേരെ വീണത്. നിലക്കണ്ണാടിക്ക് മുന്നിലെ തൻ്റെ പ്രതിബിംബം കണ്ടതും അവൾ നാണത്തോടെ കണ്ണുപൂട്ടി. കഴിഞ്ഞു പോയ സുന്ദര നിമിഷങ്ങൾ ചുണ്ടിലേക്ക് വീണ്ടും വീണ്ടും പുഞ്ചിരി വരികയാണ് തത്തിക്കളിക്കുവാൻ. അങ്ങനെ താൻ തൻ്റെ ദേവേട്ടൻ്റെ സ്വന്തമായി. എല്ലാ അർത്ഥത്തിലും അവൻ നൽകിയ അടയാളങ്ങൾ പതിഞ്ഞ ദേഹത്തേക്ക് വീണ്ടും വീണ്ടും നോക്കി പോകുകയായിരുന്നു പെണ്ണ്. തണുത്ത വെള്ളം ദേഹത്തേക്ക് വീണപ്പോൾ ചെറിയ നീറ്റലും ഒപ്പം വല്ലാത്ത കുളിരും അതവളെ കൂടുതൽ മനോഹരിയാക്കി തീർക്കുകയാണ്. കുളി കഴിഞ്ഞ് വേഷം മാറി വന്നപ്പോൾ കണ്ടു തന്നെ നോക്കിക്കൊണ്ട് കിടക്കുന്ന ദേവേട്ടനെ. സമയമൊപ്പം 3 മണി. കുളിച്ചിട്ട് വന്ന് കിടക്ക് ദേവേട്ട. ഞാനിന്ന് കുളിക്കുന്നില്ല മോളെ. അതെന്താ? അവൾക്ക് സംശയമായി. എൻ്റെ ദേഹത്തിപ്പോൾ എൻ്റെ പെണ്ണിൻ്റെ ഗന്ധമാണ്. ഇന്നിതും ശ്വസിച്ചാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. അവളെ നോക്കി ഏറുകണ്ണിട്ടുകൊണ്ട് അവൻ പറഞ്ഞു. ധരനെത്തിയ വിവരം അറിഞ്ഞു എല്ലാവരും അറിഞ്ഞത് കാലത്തെ അവൻ്റെ കാറ് കിടക്കുന്നത് കണ്ടപ്പോഴാണ്. എൻ്റെ കുട്ടി, നീ എപ്പോഴാ വന്നേ? അറിഞ്ഞില്ലല്ലോ. പെറുപുറത്തുകൊണ്ട് ദേവമ്മ മുറ്റത്തേക്ക് ഇറങ്ങി. ദേവനെ നോക്കിയിരുന്നിട്ട് നമ്മ കിടന്നപ്പോൾ കുറച്ച് താമസിച്ചല്ലേ, അതുകൊണ്ട് കിടന്നതറിയാതെ ഞാനും ഉറങ്ങിപ്പോയി. ഇന്ന് കാലത്തെ വരുള്ളൂ എന്നല്ലേ കാർത്തൂനോടും പറഞ്ഞത്. ന്യൂസ് പേപ്പർ എടുത്തുകൊണ്ട് സിറ്റൗട്ടിലേക്ക് കയറി വരുന്നതിനിടയിൽ ലക്ഷ്മി പറഞ്ഞു. കാർത്തൂനെ പറഞ്ഞ് പറ്റിക്കുവാണെന്ന് എനിക്കും തോന്നിയിരുന്നു. ദേവേട്ടൻ ചിലപ്പോഴേ വരുള്ളൂ എന്നൊക്കെ കൊച്ചു കുട്ടികളെപ്പോലെ ഇന്നലെ അവൾ വിതുമ്പുമല്ലായിരുന്നോ? അതും പറഞ്ഞുകൊണ്ട് ദേവകി ചിരിച്ചു. തുടരും. കഥ വായിച്ചിട്ട് കമൻറ്റ് ചെയ്യണേ. 1930 ദണ്ഡിയാത്രയും ഉപ്പ് സത്യാഗ്രഹവും ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്നു. 1942 കിറ്റിന്റെ സമരത്തിന് നേതൃത്വം നൽകി. ഇദ്ദേഹം സത്യത്തിലും അഹിംസയിലും
ഉറച്ചു നിന്നു. 5 തവണ കേരളത്തിൽ വന്നിട്ടുണ്ട്. 1948 ജനുവരി 30-ന് നാഥൂറാം വിനായക് ഗോഡ്സെ എന്ന മതഭ്രാന്തന്റെ വെടിയേറ്റ് ഗാന്ധിജി മരിച്ചു.